Hi viewers, I'm Januji. After a long gap, we restart. കുറച്ച് കാലത്തെ ഒരു തടസ്സം വന്നുവിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാം. ഇതിനു മുമ്പ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുടെ ബേസിസ് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി വീണ്ടും നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. അതിനാണ് വൊക്കാബുലറി, വേർഡ് പവർ, അതായത് പദസമ്പത്ത് കൂട്ടണം. ഓരോ സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കേണ്ട ചില പ്രത്യേക പദങ്ങളുണ്ട്. ഈ പദങ്ങൾ കൂടി അറിഞ്ഞിരുന്നാലേ നമുക്ക് അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇതിനു മുമ്പ് അത്തരത്തിലുള്ള കുറേയൊക്കെ പദസമ്പത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കൂടുതൽ പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് കുക്കറി, അതായത് പാചക വിദ്യ, കുക്കറി ഷോ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പാചകത്തെക്കുറിച്ച്, പാചക സംബന്ധമായ പദങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങും. ഹൗ ടു മേക്ക് ടീ. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹൗ ടു മേക്ക് ടീ. ചായ എങ്ങനെ ഉണ്ടാക്കാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോ ദ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് മീൻസ് ചേരുവകൾ, ദ ഐറ്റംസ് ദാറ്റ് വി യൂസ് ടു മേക്ക് സം ഫുഡ് ഐറ്റംസ്. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കണമെങ്കിൽ അതിൽ ചേർക്കുന്ന സാധനങ്ങളെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. ആൻഡ് ഫോർ ടീ വി നീഡ് ടീ ഡസ്റ്റ് ഓർ ടീ ലീഫ്. അപ്പോൾ ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടീ ഡസ്റ്റ് വേണം, അതായത് ചായപ്പൊടി, വളരെ നൈസായ പൊടി. ഓർ ടീ ലീഫ്, അതായത് ഇലയുടെ രൂപത്തിലുള്ള ചെറിയ ചെറിയ ഇലക്കഷ്ണങ്ങൾ, അതിന് ടീ ലീഫ് എന്ന് പറയാം. അപ്പോൾ ടീ ലീഫ്, ടീ ഡസ്റ്റ് രണ്ടും കൊണ്ടും ചായ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് ടീ ആണ്. അപ്പം നമുക്ക് ബ്ലാക്ക് ടീ ഉണ്ട്, എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ പറയുന്ന കട്ടൻ ചായ, പാലൊഴിക്കാത്ത ചായക്ക് ബ്ലാക്ക് ടീ എന്ന് പറയും, കട്ടൻ ചായ. ദെൻ വൈറ്റ് ടീ എന്ന് പറയുന്നുണ്ട്. സാധാരണ വൈറ്റ് ടീ എന്ന് പറയുന്നത് ചായയുടെ തന്നെ ബഡ്സ് ഉണ്ട്, തേയിലയുടെ ബഡ്സ്, തളിരില, വളരെ തളിര്, ഇങ്ങനെ നിവർന്നിട്ടുണ്ടാവില്ല, തളിരായിരിക്കും. ആ തളിരെടുത്തിട്ട് ഉണക്കി ഉണ്ടാക്കുന്ന, അതിൽ നിന്ന് എടുക്കുന്ന ചായ. അതിന് വലിയ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ നല്ല ഒരു പാനീയമാണത്. അപ്പം അതിനെ വൈറ്റ് ടീ എന്ന് പറയും. അതുപോലെ പാലൊഴിച്ച ചായക്കും വൈറ്റ് ടീ തന്നെയാണ് പറയുക. അതോടൊപ്പം തന്നെ മിൽക്ക് ടീ എന്നും പറയുകയാണ്. അപ്പം പാലൊഴിച്ച ചായക്ക് വൈറ്റ് ടീ എന്നും പറയും, മിൽക്ക് ടീ, കാരണം പാലൊഴിച്ചത് കൊണ്ട് മിൽക്ക് ടീ എന്ന് പറയും. അതുപോലെ ഗ്രീൻ ടീ ഉണ്ട്, അതായത് ഇത് ചായ പറിച്ച് അത് കൂടുതൽ വറക്കാതെ ഉപയോഗിക്കുന്ന, അത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണെന്നാണ് പറയുക. ദിവസം 1-2 തവണ കഴിക്കുക, അത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് മിൽക്ക് ടീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ടീ ഡസ്റ്റ് ഓർ ടീ ലീഫ്, പിന്നെ മിൽക്ക് വേണം, ഷുഗർ വേണം. ഇതാണ് പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആൻഡ് സം വാട്ടർ, കുറച്ച് വെള്ളവും. സോ ഫസ്റ്റ് യു ടേക്ക് എ സോസ്പാൻ. അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ ഒരു പാത്രം വേണം. അപ്പോൾ ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം നമ്മൾ മിക്കവാറും വീടുകളിൽ എന്താ സോസ്പാൻ, അത് നിങ്ങൾക്കറിയാം. സോസ്പാൻ മീൻസ് ഒരു ചെറിയ വാലുള്ള ഒരു പാത്രം. അപ്പോൾ ചായ ഉണ്ടാക്കാനും എടുക്കാനും വയ്ക്കാനൊക്കെ എളുപ്പമുള്ളത് കൊണ്ട് സോസ്പാനിലാണ് ഇപ്പം കൂടുതലും ചായ ഉണ്ടാക്കുക. വീടുകളിലും പല കടകളിലും അങ്ങനെ തന്നെയാണ് സോസ്പാൻ. സോ pour 1 glass of milk and 3 glasses of water into it. Pour means pour means ഒഴിക്കുകയാണ്. എന്താ ഒഴിക്കേണ്ടത്? 1 glass of milk, 1 ഗ്ലാസ് പാല്, 3 glasses of water, 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് ചായ ഉണ്ടാക്കണമെങ്കിൽ 1/4 ഗ്ലാസ് പാലെടുത്താൽ മതി. അതായത് 1 ഗ്ലാസ് പാല് കൊണ്ട് നമുക്ക് നല്ല 4 ചായ ഉണ്ടാക്കാം, നല്ല ചായ. അത് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാം, കുറയ്ക്കാം, ഇതൊക്കെ ചെയ്യാമെങ്കിലും സാധാരണ രീതിയിൽ നല്ലൊരു ചായ ഉണ്ടാക്കാൻ 1/4 ഗ്ലാസ് പാല് വേണം. അപ്പോൾ 1 ഗ്ലാസ് പാല് കൊണ്ട് 4 ചായ ഉണ്ടാക്കാം. അപ്പം നമ്മളിവിടെ 4 പേർക്കുള്ള ചായ ഉണ്ടാകും. സോ 1 ഗ്ലാസ് ഓഫ് മിൽക്ക് ആൻഡ് 3 glasses ഓഫ് വാട്ടർ. pour it into this saucepan. ആ സോസ്പാനിലേക്ക് നമ്മൾ ഒഴിച്ചു. ദെൻ ലൈറ്റ് അപ്പ് ദ സ്റ്റൗ. ആ സ്റ്റൗ കത്തിക്കുക, ലൈറ്റ് അപ്പ്, കത്തിക്കുക. പ്ലേസ് ദ സോസ്പാൻ ഓൺ ദ സ്റ്റൗ. പ്ലേസ് മീൻസ് വെക്കുക എന്നാണ്, സ്ഥലം എന്നർത്ഥമുണ്ട്, അത് തന്നെയാണ്. അതുകൊണ്ട് വെക്കുക, പുട്ട് എന്നുള്ള അർത്ഥമാണ്. പ്ലേസ് ഇറ്റ് ഓൺ ദ സ്റ്റൗ, അത് സ്റ്റൗവിൻ്റെ പുറത്ത് പോയി. ആൻഡ് വെൻ ദ മിൽക്ക് വാട്ടർ ബോയിൽസ്, ആ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ, പാലും വെള്ളവും രണ്ടിനും ഒരേ ചൂടായിരിക്കണം. ചിലൊരു വെറും വെള്ളം തിളച്ച് അതിലേക്ക് പൊടിയിടുന്നൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണ്. അത് തിളച്ച് വരുമ്പോൾ പുട്ട് 8 ടീസ്പൂൺസ് ഓഫ് ടീ ഡസ്റ്റ്. 8 ടീസ്പൂൺ ഇടണം. കാരണം നല്ല ചായ കിട്ടണമെങ്കിൽ 1 ഗ്ലാസ് ചായക്ക് 2 ടീസ്പൂണാണ്. അങ്ങനെ വരുമ്പം അതിൽ ചിലപ്പം ചായയുടെ കടുപ്പത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പം സാധാരണ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. 8, അപ്പം 4 ഗ്ലാസ് ചായക്ക് 8 ടീസ്പൂൺ പൊടി. ദെൻ അറ്റ് വൺസ് ടേൺ ഓഫ് ദ സ്റ്റൗ.
ഇതിട്ട് കഴിഞ്ഞാൽ തിളച്ച് വരുന്ന ആ തിളച്ച വെള്ളത്തിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇത് ടേൺ ഓഫ് ചെയ്യാം. കാരണം ചായ കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയിലും മണത്തിലും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പൊടി ഇട്ട് കഴിഞ്ഞു, അത് തിളച്ച് വരികയാണ്, അവിടെ ഓഫ് ചെയ്ത് ആൻഡ് വെയിറ്റ് ഫോർ 1 മിനിറ്റ്. 1 മിനിറ്റ് അത് അങ്ങനെ ഇരിക്കുക. കവർ എ ലിഡ് ഓവർ ഇറ്റ്. ഇതിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക, അതൊന്ന് ഒരു ചെറിയ മൂടി വെച്ചേക്കുക. 1 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ ആ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഈ ടീ നന്നായിട്ട് ലയിച്ചു. ആഫ്റ്റർ 1 മിനിറ്റ് ഓപ്പൺ ദ ലിഡ്. ആ മൂടി തുറക്കുക. ദെൻ സ്ട്രെയിൻ ഇറ്റ്. അതെന്ത് ചെയ്യണം, ഇനി അരിക്കണം. അതിനാണ് സ്ട്രെയിൻ, STRAIN, സ്ട്രെയിൻ. ഒരുപാട് അർത്ഥമുള്ള പദമാണ്. ഇവിടെ സ്ട്രെയിൻ മീൻസ് അരിക്കുക എന്നാണ്. സ്ട്രെയിൻ വിത്ത് എ ടീ സ്ട്രെയിനർ. ഒരു ചായയുടെ അരിപ്പ നമ്മൾ കണ്ടു കാണും, ചായക്ക് അരിക്കുന്ന അരിപ്പ, അതിന് ടീ സ്ട്രെയിനർ എന്ന് പറയും. അതിന് അനേക പദങ്ങളുണ്ട്, ഫിൽറ്റർ തുടങ്ങിയ പദങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. ഇപ്പം സ്ട്രെയിൻ ഇറ്റ് വിത്ത് എ ടീ സ്ട്രെയിനർ. അപ്പോൾ അരിപ്പ കൊണ്ട്, ചായ അരിപ്പ കൊണ്ട് അത് അരിക്കുക. ടീ സ്ട്രെയിനർ. സ്ട്രെയിൻ ദ ടീ ഡിക്കോക്ഷൻ. ആ ഡിക്കോക്ഷൻ ആണത്, അതായത് കഷായം എന്ന് പറയും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന കഷായം എന്ന് പറഞ്ഞാൽ മിശ്രിതം. വിത്ത് സ്ട്രെയിൻ ദിസ് ടീ ഡിക്കോക്ഷൻ വിത്ത് എ ടീ സ്ട്രെയിനർ. അതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുക. ദെൻ നൗ ആഡ് ഷുഗർ ടു ടേസ്റ്റ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇതാണ്, അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ആൻഡ് സ്റ്റെയർ ഇറ്റ് വെൽ. സ്റ്റെയർ മീൻസ് നന്നായിട്ട് ഇളക്കുക, 1 സ്പൂൺ കൊണ്ട് ഇളക്കുക. ആൻഡ് മിക്സ് ഇറ്റ് വെൽ. മിക്സ് മീൻസ് നന്നായിട്ട് നമ്മുടെ ഇതിൽ ആറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ചായയൊക്കെ നന്നായിട്ട് ആറ്റിയെടുക്കുക എന്ന് പറയും. അപ്പോൾ ചിലവർക്ക് അത് ആറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ചിലർ പറയും ഇത് അടിക്കുക എന്ന് പറയാം. അപ്പോൾ ചായ നന്നായിട്ട് അടിച്ചു തരാൻ പറയും. ചിലവർക്ക് അത് ഇഷ്ടമില്ല, ആ പതയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേരളത്തിലൊരു പ്രത്യേക സ്റ്റൈലും കൂടിയാണ്. അപ്പോൾ ചായ, നൗ ദ ടീ ഈസ് റെഡി. ഇപ്പോൾ ചായ റെഡിയായി. ആൻഡ് സെർവ് ഇറ്റ് ഹോട്ട്. അത് നന്നായിട്ട് ആ ചൂടോടുകൂടി തന്നെ എല്ലാവർക്കും പകർന്നു കൊടുക്കും. സോ ദിസ് ഈസ് ദ വേ ദാറ്റ് വി മേക്ക് ടീ. ഇങ്ങനെയാണ് സാധാരണ ഒരു ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പദങ്ങൾ നമ്മൾ പാചകമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഇതിനോടനുബന്ധമാകുമ്പോൾ വേഗം മനസ്സിൽ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു വേർഡാണ് ഫിൽറ്റർ എന്നുള്ളത്. അപ്പം ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അരിപ്പ എന്നാണ്. അത് തന്നെയാണ് SIEV. ഫിൽറ്റർ ജനറൽ വേർഡാണ്. പല അരിപ്പകൾക്കും മൊത്തത്തിലുള്ള ഫിൽറ്റർ എന്ന് പറയും. സീവ് എന്ന വാക്കുണ്ട്, SIEV. സീവ് എന്ന് പറഞ്ഞാലും അരിപ്പയാണ്. അപ്പോൾ അരിപ്പ എന്ന് പറയുന്നത് ലിക്വിഡും സോളിഡും, ഖരപദാർത്ഥവും ദ്രാവകപദാർത്ഥവും രണ്ടും കൂടി വരുമ്പോൾ അതിനെ അരിച്ചെടുക്കുന്നതിനാണ് സീവ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്ട്രെയിനർ എന്ന് ഉപയോഗിക്കുന്നത്. രണ്ടും ഒരേ അർത്ഥമാണ് തന്നെയാണ്. അതേസമയം സ്വിഫ്റ്റർ എന്നൊരു വാക്കുണ്ട്, സ്വിഫ്റ്റർ. അപ്പം അതിൻ്റെ അർത്ഥം SIFTR, സിഫ്റ്റർ എന്നാണ്. അപ്പം സിഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനുള്ളതാണ്? അത് ചില സമയം നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ അതിൽ വലിയ കട്ടയും ചെറിയ കട്ടയും തമ്മിൽ വേർതിരിക്കുന്നതിന് ഉപയോഗിക്കും, സ്വിഫ്റ്റർ എന്ന് പറയും. അത് പിന്നെ അതിനും അരിപ്പാൻ തന്നെ മലയാളത്തിൽ പറയും. പഴയൊരു പ്രയോഗമുണ്ട്, ചെല്ലട എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ. ഇനി നമുക്ക് വിനോ എന്നൊരു വാക്കുണ്ട്, WINNO. വിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറമാണ്. അത് പാറ്റാൻ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ 2 കോണോടുകൂടി കാണാം, അല്ലെങ്കിൽ 4 കോണോടുകൂടി ചതുരത്തിലുള്ളതുണ്ടാവും. അപ്പോൾ അതിന് വിനോ എന്ന വാക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി. സോ ഫ്രണ്ട്സ്, I hope you have understood how to make tea. Thank you very much. Have a nice day.